നമസ്കാരം, ഫോർട്ടിക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രണയമെന്നാൽ എന്താണെന്നറിയാത്ത, പരസ്പര സ്നേഹത്തിന്റെ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവുമില്ലാത്ത കുറെ വിഡ്ഢികളാണ് നമ്മുടെ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. എന്തിലും ഏതിലും ജാതിയുടെയും മതത്തിന്റെയും കൂട്ടുപിടിക്കുന്ന അവർക്ക് പ്രണയമെന്നാൽ അത് ലവ് ജിഹാദാണ്. മുസ്ലിം പുരുഷന്മാർ ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിച്ച് മതം മാറ്റുന്നുവെന്നാരോപിച്ച് തീവ്ര ഹിന്ദു ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്ന പദമാണ് സത്യത്തിൽ ഇന്ത്യയുടെ മതാന്തര ബന്ധങ്ങളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വേട്ടയാടലുകൾ ഇനിയും തുടരുമെന്നുള്ള ഭീഷണിയുടെ വാർത്തകളാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തുവരുന്നത്. യുപിയിലെ ബിജ്നോറിൽ മിശ്ര വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയവർക്കെതിരെയാണ് ഭീഷണിയും പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ചേർന്ന് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ശിവാനി ശർമ്മ എന്ന ഹിന്ദു യുവതിക്കും വസീം അഹമ്മദ് എന്ന മുസ്ലിം യുവാവിനുമെതിരെയാണ് വിവാഹത്തെ എതിർത്തുകൊണ്ട് പ്രാദേശിക ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ വിവാഹിതരാകുന്ന വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ആൾക്കൂട്ടം തെരുവ് കൈയടക്കി പ്രതിഷേധിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലവ് ജിഹാദാണെന്ന് ആരോപിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം. പിന്നീട് ഇവർ അഫ്സൽഗഡ് പോലീസ് സ്റ്റേഷന് പുറത്തും പ്രകടനം നടത്തിയിരുന്നു. വിവാഹം തടഞ്ഞില്ലെങ്കിൽ നഗരത്തിൽ വർഗീയ കലാപം നടത്തുമെന്നും ഇവർ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഭീഷണിയെയും പ്രതിഷേധത്തെയും ചോദ്യം ചെയ്യേണ്ട പോലീസ് ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി അന്വേഷണം നടത്താമെന്ന് ഉറപ്പു നൽകി പ്രതിഷേധം നടത്തിയവരെ മടക്കി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പണ്ടും യുപിയിൽ നടന്ന പല ആക്രമണങ്ങളിലും കുറ്റകൃത്യങ്ങളിലും പോലീസ് കണ്ണടച്ചതും അക്രമികൾക്ക് വേണ്ടി വാദിച്ചതും നമ്മൾ കണ്ടതാണ്. ഭരണപക്ഷത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അവരുടെ താളത്തിനൊത്താടുന്ന വെറും പാവകൾ മാത്രമാണ് യുപിയിലെ ഉന്നതത്തിലിരിക്കുന്ന പല ഉദ്യോഗസ്ഥരും. ഭരണകക്ഷിയുടെ താളത്തിനാടുന്ന പാവകളായതിനാൽ തന്നെ അവരിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനും കഴിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ലോക്കൽ പോലീസിന്റെ അറിവോടെയാണ് സംഭവം നടന്നതെന്ന് ചില ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻപ് ബോളിവുഡ് നടി സോനാക്ഷി സിൻഹയുടെയും നടൻ സാഹിർ ഇക്ബാലിന്റെയും കല്യാണത്തെ ലവ് ജിഹാദ് എന്ന് വിളിച്ച ഹിന്ദു ശിവഭവാനി സേന എന്ന സംഘടന നടിയെ ബീഹാറിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കിയതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലും ലവ് ജിഹാദിനെ ചൊല്ലി വർഗീയ സംഘർഷങ്ങൾ അഴിച്ചുവിടുമെന്ന ഭീഷണി ഉയർന്നിരിക്കുന്നത്. സത്യത്തിൽ സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവരുടെ മാതാപിതാക്കൾക്കില്ലാത്ത വ്യാകുലതയാണ് ഇവർക്ക്. ജാതിയും മതവുമല്ല, സ്നേഹമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. പരസ്പര വിശ്വാസമാണ് അതിന്റെ കാമ്പ് എന്ന് ഇവർ എപ്പോൾ മനസ്സിലാക്കുന്നു, അന്ന് ഒടിയും ഇവരുടെ ലവ് ജിഹാദ് എന്ന കൊടി. അല്ലാത്ത പക്ഷം ഇവർ കൊടിയും പൊക്കി ഇനിയും പലരുടെ ജീവിതത്തിലും കയറി ഇടപെടാൻ വരിക തന്നെ ചെയ്യും. പൊതുവെ ബുദ്ധിയില്ലാത്തവരെ കഴുതയോട് ഉപമിക്കാറുണ്ട്. മതത്തെ നോക്കാതെ മനുഷ്യനെയും മനസ്സിനെയും നോക്കി ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാലം വന്നിട്ടും വെറും പ്രണയവിവാഹത്തെ രാജ്യാന്തര കുറ്റം പോലെ ഉയർത്തിക്കാട്ടുന്ന ഇത്തരം ഹിന്ദുത്വവാദികളെ അതിനോടും ഉപമിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.